നമസ്കാരം, ഞാൻ സാൻഡ്ര, കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ്, ഓണർ ഓഫ് മൈൻഡ് ആൻഡ് ബിഹേവിയർ സെൻറ്റർ. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം ഇൻ്റർമിറ്റൻറ്റ് എക്സ്പ്ലോസീവ് ഡിസോർഡറിനെ കുറിച്ചിട്ടാണ്. IED എന്ന് ഇതിന് ഷോർട്ടായിട്ട് പറയും. അധികം ആരും ചർച്ച ചെയ്യപ്പെടാത്ത അല്ലെങ്കിൽ ആരും അധികം ഡിസ്കസ് ചെയ്യാത്ത ഒരു വിഷയമാണിത്. എന്നാൽ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതായത് കൊണ്ടിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. സോ IED, ഇൻ്റർമീഡിയറ്റ് എക്സ്പ്ലോസീവ് ഡിസോർഡറിൻ്റെ സിംറ്റംസ് വെച്ചിട്ട് തന്നെ നമുക്ക് തുടങ്ങാം. അപ്പോൾ അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാനുമായിട്ടും പറ്റും. സോ ദിസ് ഈസ് ബേസിക്കലി മൂഡ് റിലേറ്റഡ് അല്ലെങ്കിൽ ഒരു ഇമ്മീഡിയറ്റ് ഇമ്പൾസ് ബേസിസ് ആയിട്ടുള്ളൊരു ഇഷ്യൂ ആണ്, ഒരു മെൻ്റൽ ഹെൽത്ത് കണ്ടീഷനാണ്. സോ ഈ ഒരു ഡിസോർഡർ ഉള്ളൊരു വ്യക്തി they might get angry or get irritated or they get into violent behavior when it's not required. അല്ലെങ്കിൽ വളരെ ഒരു ഡിസ്ട്രക്റ്റീവായിട്ട്, അതിപ്പോൾ സാധനങ്ങൾ, ഒബ്ജക്ട്സ് ഓർ പ്രോപ്പർട്ടി, സാധനങ്ങൾ വലിച്ചെറിയുക, പൊട്ടിക്കുക, അല്ലെങ്കിൽ അബ്യൂസീവായിട്ട് ബോത്ത് വെർബലി ആൻഡ് ഫിസിക്കലി നമ്മൾ വാക്കുകളിലൂടെ വെർബൽ അബ്യൂസീവ് ആയിട്ടുള്ള ലാംഗ്വേജസ് യൂസ് ചെയ്യുക, അതുപോലെ തന്നെ യെല്ല് ചെയ്യുക, സ്ക്രീം ചെയ്യുക, ഈവൻ ത്രട്ടൺ ചെയ്യുക, ആൻഡ് ഓൾസോ ഫിസിക്കലി നമ്മൾ ഇടിക്കുക, ചവിട്ടുക, അത്തരത്തിലുള്ള നമ്മൾ ഫിസിക്കലി ഒരാളെ ഹാം ചെയ്യുന്ന അത്തരത്തിലുള്ള വയലൻ്റ് ആയിട്ടുള്ളൊരു ബിഹേവിയറൽ പാറ്റേൺ ഇതിൽ നമുക്ക് കാണാൻ സാധിക്കും. സോ ബേസിക്കലി ഇത്തരത്തിലുള്ള ഒരു ഇമോഷണൽ റിയാക്ഷൻ അവർ ഇന്നപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ ആയിരിക്കാം അവരിങ്ങനെ ചെയ്യുന്നത്. അതായത് ആ സിറ്റുവേഷന് ആവശ്യമില്ലായിരിക്കും ഇങ്ങനെ ഒരു റിയാക്ഷൻ. സോ വളരെ ഇമ്പൾസീവായിട്ട് സഡനായിട്ട് വരുന്ന ഒരു റേജ്. സോ ഇതിൽ മനുഷ്യരോട് മാത്രമല്ല, നോട്ട് ഓൺലി ജസ്റ്റ് ടു ഹ്യൂമൻസ് ബട്ട് ഓൾസോ ടു ആനിമൽസ്, മൃഗങ്ങളോടും അതുപോലെ തന്നെ ഇൻആനിമേറ്റ് ഒബ്ജക്ട്സിനോടും, സാധാരണ ഒബ്ജക്ട്സ്, വസ്തുക്കൾ അല്ലെങ്കിൽ പ്രോപ്പർട്ടീസിനോടും ചെയ്യുന്ന ഒരു തരം ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ളൊരു ബിഹേവിയർ ആണ് നമ്മളിതിൽ കൂടുതലും കണ്ടുവരുന്നത്. ഇപ്പോൾ പലരും പറയുന്നത് ഇത് പൊതുവെ എല്ലാവരും കാണിക്കുന്ന ഒരു രീതിയല്ല, അല്ലെങ്കിൽ ദേഷ്യം വരുമ്പോൾ ചെയ്യുന്ന, നോർമലി എല്ലാവരും ചെയ്യുന്നതല്ല എന്ന് പറയും. പക്ഷേ ഇതെപ്പോഴാണ് ഒരു മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂ ആവുന്നത്, അല്ലെങ്കിൽ ഇതെപ്പോഴാണ് ഒരു മെൻ്റൽ ഹെൽത്ത് കണ്ടീഷൻ ആവുന്നത് എന്ന് ചോദിച്ചാൽ, ഇതിൻ്റെ ഒരു ഫ്രീക്വൻസി നമ്മൾ ട്രാക്ക് ചെയ്യുകയാണെങ്കിൽ വീക്ക്ലി ട്വൈസ് അല്ലെങ്കിൽ ഒരാഴ്ചയിൽ 2 തവണയായിട്ട് നമ്മളിത് കാണുന്നതാണ്. മിനിമം ഓഫ് 3 months, മിനിമം ഒരു 3 months കണ്ടിന്യൂസ്ലി ആഴ്ചയിൽ 2 തവണയായിട്ട് നമുക്ക് ഇങ്ങനെ ഇത്തരത്തിലുള്ളൊരു ബിഹേവിയറൽ പാറ്റേൺ ഷോക്കേസ് ചെയ്യാനാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും they should need to seek an external help എന്നുള്ളതാണ്. സോ ഇപ്പം ഈ പറഞ്ഞ പോലത്തെ ഒരുപാട് ബിഹേവിയറൽ ഇഷ്യൂസ് നമ്മൾ പറഞ്ഞു. അതിനോടൊപ്പം തന്നെ when that person gets angry or when they get into that act of violence, അതിന് മുന്നേ തന്നെ അവർക്ക് ഒരുപാട് ബോഡിയിലി ചേഞ്ചസ് ഉണ്ടാവും. ഫിസിക്കലായിട്ടുള്ള ഒരുപാട് ചേഞ്ചസ് അവർക്ക് അനുഭവപ്പെടാം. ഫോർ എക്സാമ്പിൾ, അവർക്ക് ഷിവറിങ് ഉണ്ടാവും, അവരുടെ ഹാർട്ട് ബീറ്റ് കൂടും, പാൽപിറ്റേഷൻസ്, ചെസ്റ്റ് കൺജഷൻ, ഒരു ഭയങ്കരമായ നെഞ്ചിനൊക്കെ ഒരു ഹെവിനെസ് ഫീൽ ചെയ്യും, ബ്ലാക്ക് ഔട്ട്സ് ഉണ്ടാവും. സോ ഇത്തരത്തിലുള്ള ബോഡിയിലി ചേഞ്ചസും ഇവരിൽ കാണാനായിട്ട് അല്ലെങ്കിൽ ഇവർ എക്സ്പീരിയൻസ് ചെയ്യും എന്നുള്ളതാണ്. സോ ഇനി പറയാൻ പോകുന്നത് ഇപ്പം നമ്മൾ പറഞ്ഞത് അവരുടെ ഒരു സൈക്കോസൊമാറ്റിക് സിംറ്റംസ് ആണ് പറഞ്ഞത്, അതായത് മൂഡിലുണ്ടാവുന്ന ചേഞ്ചസും അതുപോലെ തന്നെ അവരുടെ ഫിസിക്കലി ബോഡിയിൽ ഉണ്ടാവുന്ന ചേഞ്ചസും ആണ് പറഞ്ഞത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് എന്തുകൊണ്ടിട്ടാണ് ഇങ്ങനെ ഒരു ബിഹേവിയറൽ പാറ്റേൺ കാണിക്കുന്നത്, അതിൻ്റെ കോസസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. സോ അതിൽ ഒന്നാമത്തേതെന്ന് പറഞ്ഞാൽ ചൈൽഡ്ഹുഡ് ഇഷ്യൂ തന്നെയാണ്. അല്ലെങ്കിൽ അവരുടെ ചൈൽഡ്ഹുഡ്, ഇഫ് ദേ ഹാവ് ബീൻ ഇൻ ആൻ അൺഹെൽത്തി എൻവിയോൺമെൻറ്റ്, അല്ലെങ്കിൽ അവരുടെ ഫാമിലി, അവർ റേസ് ചെയ്ത് വന്ന അവരുടെ ഫാമിലി വളരെ ടോക്സിക് ആണ് എന്നുണ്ടെങ്കിൽ, പാരൻറ്റിങ് ഹെൽത്തി ആയിട്ടുള്ളൊരു പാരൻറ്റിങ് അല്ല അവർക്ക് കിട്ടിയിട്ടുള്ളതെങ്കിൽ ഇറ്റ് ക്യാൻ കോൺട്രിബ്യൂട്ട് ടു IED. അതുപോലെ തന്നെ വേറൊരു ഫാക്ടറാണ് ചൈൽഡ്ഹുഡിൽ ഉണ്ടാകുന്ന ട്രോമാറ്റിക് ആയിട്ടുള്ള എക്സ്പീരിയൻസസ്, സ്ട്രെസ്സ്, അല്ലെങ്കിൽ ഇൻസൾട്ടുകൾ, പെയിൻഫുൾ ആയിട്ടുള്ളൊരു ചൈൽഡ്ഹുഡ്. സോ ഇതൊക്കെ അബ്യൂസ്, ഇതെല്ലാം ഇറ്റ് ക്യാൻ കോൺട്രിബ്യൂട്ട് ടു IED. വേറെ ഒരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ
ബ്രെയിൻ കെമിസ്ട്രി, അവരുടെ ബ്രെയിനിൽ ഉണ്ടാവുന്ന ചില കെമിക്കൽസിൻ്റെ ഇംബാലൻസസ് ക്യാൻ ഓൾസോ കോൺട്രിബ്യൂട്ട് ടു IED, ലൈക്ക് സെറട്ടോണിൻ, ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്, സെറട്ടോണിൻ പോലെയുള്ള കെമിക്കൽസിൻ്റെ ഇംബാലൻസസ് ഇറ്റ്സ് എ ഫാക്ടർ. അതല്ലാതെ ഒരു കാരണം എന്ന് പറയുന്നത് ജനറ്റിക്കലി പാസ് ഡൗൺ ചെയ്യാം. അതായത് ഫാമിലി ഹിസ്റ്ററി ഉണ്ടെങ്കിലും ദാറ്റ് പ്ലേസ് എ വൈറ്റൽ റോൾ ഫോർ ദി കോൺട്രിബ്യൂഷൻ ഓഫ് IED. ഓക്കെ, സോ ഇതൊക്കെയാണ് ഇതിൻ്റെ കാരണങ്ങൾ. ആൻഡ് ഓൾസോ കോ ഒക്കറിങ് ആയിട്ടുള്ള മെൻ്റൽ ഹെൽത്ത് കണ്ടീഷൻസ് എന്തെങ്കിലും ലൈക്ക് ആൻസൈറ്റി, ഡിപ്രഷൻ, സബ്സ്റ്റൻസ് അബ്യൂസ് ഡിസോർഡർ, ഇതൊക്കെ ഉണ്ടെങ്കിലും ഇത്തരത്തിലുള്ള IEDയുടെ സിംറ്റംസ് കാണിക്കും. സോ ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള കോസസ്. ഇനി എങ്ങനെയാണ് ഇത് ഐഡൻറ്റിഫൈ ചെയ്യണമെന്ന് നോക്കാം. ഹൗ ടു ഐഡൻറ്റിഫൈ? സോ ക്ലിനീഷ്യൻസ് മൈറ്റ് യൂസ് മൾട്ടിപ്പിൾ ടെക്നിക്സ് ഓർ ടൂൾസ് ടു അസസ് ഓർ ഐഡൻറ്റിഫൈ ഈ ഒരു വ്യക്തിക്ക് IED ഉണ്ടെന്നുള്ളത്. നമ്മൾ പൊതുവേ ഇപ്പോൾ ഡിപ്രഷൻ അല്ലെങ്കിൽ മറ്റു മെൻ്റൽ ഹെൽത്ത് കണ്ടീഷൻസിന് ഒരു സ്പെസിഫിക് ആയിട്ടുള്ളൊരു സ്കെയിൽ അല്ലെങ്കിൽ ഒരു ടൂൾ ഉണ്ടാവും. പക്ഷേ IED നമ്മൾ അസസ് ചെയ്യുമ്പോൾ ഇറ്റ്സ് നോട്ട് ജസ്റ്റ് എ സ്പെസിഫിക്, ക്ലിനീഷ്യൻ വിൽ നോട്ട് ബി യൂസിങ് ജസ്റ്റ് ഒരു സ്പെസിഫിക് ആയിട്ടുള്ളൊരു ടൂൾ അല്ല അതിനുള്ളത്. ത്രൂ മൾട്ടിപ്പിൾ, ഇപ്പോൾ മേ ബി ഒരു ഇൻ്റർവ്യൂവിലൂടെ, ടോക്ക് തെറാപ്പിയിലൂടെ, പ്രീവിയസ് ഹിസ്റ്ററി എടുക്കുന്നതിലൂടെ, ക്വസ്റ്റിനെയേഴ്സ് കൊടുത്തും അങ്ങനെ ഒരു സീരീസ് ഓഫ് ടെസ്റ്റുകളിലൂടെയാണ് IED ഉണ്ടോ എന്ന് അത് റൂൾ ഔട്ട് ചെയ്താണ് IED ഉണ്ടോ എന്നുള്ളത് കൺഫേം ചെയ്യാൻ പറ്റുള്ളൂ, അസസ്മെൻറ്റ് നടത്താൻ പറ്റുള്ളൂ. ആൻഡ് ദ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത്, ഇതിനെക്കുറിച്ച് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഏതൊക്കെ നമ്മുടെ ലൈഫിൽ ഏതൊക്കെ റോളുകളിനെയാണ് ഇത് എഫക്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് നമ്മൾ ഇത് കുറച്ചും കൂടി നമുക്ക് എളുപ്പം ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഇത് സ്റ്റാർട്ട്സ് ഫ്രം എൻ ഏർലി ചൈൽഡ്ഹുഡ് തുടങ്ങിയിട്ട് പിന്നെ ഒരു അഡൾട്ട്ഹുഡിലേക്ക് ആകുമ്പോൾ ഇതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റിയും ഇതിൻ്റെ ഒരു ഫ്രീക്വൻസിയും കൂടും. അതങ്ങനെയാണല്ലോ. ഇപ്പം ചൈൽഡ്ഹുഡിലായിരിക്കുമ്പോൾ തുടങ്ങി പിന്നെ ഒരു അഡോളസൻസ് കഴിഞ്ഞ അഡൾട്ട്ഹുഡിലേക്ക് ആകുമ്പോൾ ഇതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി കൂടും. അപ്പോൾ കുട്ടിയായിരിക്കുമ്പോൾ സ്കൂളിലൊക്കെ ഇഷ്യൂസ് ഉണ്ട്, അല്ലെങ്കിൽ സ്കൂളിൽ വളരെ അഗ്രസീവായിട്ടുള്ള ഒരു ബിഹേവിയറാണ്, അല്ലെങ്കിൽ ഇപ്പം പാരൻസ് ടീച്ചേഴ്സ് മീറ്റിങ്ങിലൊക്കെ ടീച്ചേഴ്സിൻ്റെ ചില കംപ്ലയിൻസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പോൾ റിലേഷൻഷിപ്സിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിൽ വയലൻസ് സംഭവിക്കുമ്പോഴൊക്കെ ആയിരിക്കാം പലപ്പോഴും ആളുകൾ ക്ലിനിക്കിലേക്ക് സമീപിക്കുന്നത്. അപ്പോഴായിരിക്കാം നമ്മൾ ഇങ്ങനെ ഒരു IED ഉണ്ട് എന്നുള്ളത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. സോ നമ്മുടെ ലൈഫിൽ ഏതൊക്കെ റോളുകളിലാണ് ഇത് ബാധിക്കുന്നുണ്ടോ എന്നുള്ളതും കൂടി അറിയണം. ലൈക്ക് ഇപ്പോൾ ഒരു മദറിൻ്റെ റോൾ, അല്ലെങ്കിൽ ഒരു ഡോട്ടർ, ഒരു ഫ്രണ്ട്, ഒരു ബ്രദർ, ഒരു ഫാദറിൻ്റെ റോളിലൊക്കെ ഇത് ബാധിക്കുന്നുണ്ടോ, നമ്മുടെ റിലേഷൻഷിപ്പ് ഇതിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ടോ ഉണ്ടെങ്കിൽ നമ്മൾ മസ്റ്റായിട്ടും തീർച്ചയായിട്ടും ദാറ്റ്സ് ദ ടൈം വെൻ യു ഹാവ് ടു റീച്ച് ഔട്ട് ഫോർ ഹെൽപ്പ് എന്നുള്ളതാണ്. കാരണം അപ്പോഴായിരിക്കും ഓക്കെ ദർ ഇസ് സംതിങ് റോങ്, ഇത് ഇറ്റ്സ് നോട്ട് വെരി യൂഷ്വൽ ഓർ ഇറ്റ്സ് നോട്ട് ദാറ്റ് നോർമൽ. അപ്പോൾ നമ്മൾ ഒരു എക്സ്റ്റേണൽ ഹെൽപ്പ് അപ്പോഴാണ് നമ്മൾ സീക്ക് ചെയ്യേണ്ടത്. പിന്നെ ഇതിൻ്റെ ഒരു ക്യൂർ എന്ന് പറയുന്നതിനേക്കാൾ അപ്പുറമായിട്ട് നമുക്ക് ക്യൂർ അല്ല ഇതിനുള്ളത്. ഇതിന് നമ്മളൊരു ബെറ്ററായിട്ട് നമുക്കിത് മാനേജ് ചെയ്യാം, അല്ലെങ്കിൽ കുറച്ചും കൂടി നമുക്ക് എങ്ങനെ അഡാപ്റ്റീവായിട്ട് ഇതിനെ കോപ്പ് ചെയ്യാം എന്നുള്ളതാണ്, അല്ലെങ്കിൽ നമുക്കിതിനെ എങ്ങനെ ഡീൽ ചെയ്യാം എന്നുള്ളതാണ് നമ്മളിതിൽ ഫോക്കസ് ചെയ്യുന്നത്. സോ ബേസിക്കലി അവരുടെ ക്യാൻ വി ചേഞ്ച് ദ കോഗ്നിഷൻ, അവരുടെ ഒരു എങ്ങനെയാണ് അവരുടെ ഒരു തിങ്കിങ് പാറ്റേണിൽ നമുക്ക് ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റുന്നത്. സോ അതിനാണ് നമ്മൾ സൈക്കോതെറാപ്പി, CBT, കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി യൂസ് ചെയ്ത് അവരുടെ കോഗ്നിഷൻ, അവരുടെ തിങ്കിങ് പ്രോസസ്സിൽ നമ്മളൊരു ചേഞ്ചസ് കൊണ്ടുപോകുന്നത്. ദാറ്റ് ഓക്കെ ഇത്തരത്തിലുള്ളൊരു ബിഹേവിയർ ഇറ്റ്സ് ഡിസ്ട്രക്റ്റീവ് ആണ്, സോ ദാറ്റ് ഐ ഷുഡ് ചേഞ്ച് ദിസ് ഓർ ഐ ഷുഡ് കോപ്പ് ഇൻ എ വെരി കുറച്ചും കൂടി പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിൽ. ഐ ഹാവ് ടു കോപ്പ് മൈ ഇമോഷണൽ, അല്ലെങ്കിൽ ഞാനതിനെ മാനേജ് ചെയ്യണം കുറച്ചും കൂടി ബെറ്ററായിട്ട്, ഞാൻ എൻ്റെ ആങ്കർ കൺട്രോൾ ചെയ്യണം, ആങ്കർ മാനേജ് ചെയ്യണം എന്നുള്ളൊരു കോഗ്നിഷൻ. അത്തരത്തിലുള്ള കോഗ്നിറ്റീവിൽ നമുക്ക് കുറേ മോഡിഫിക്കേഷൻസ് വി ക്യാൻ ബ്രിങ് ഔട്ട് മെനി ചേഞ്ചസ് ഇൻ ദാറ്റ്. സോ അതിന് നമ്മൾ സൈക്കോതെറാപ്പി ഹെൽപ്പ് ചെയ്യും. ആൻഡ് പിന്നെ ഇതിൻ്റെ ഒരു സിവിയറിറ്റി അനുസരിച്ചിട്ട് പിന്നെ ബിക്കോസ് ചിലപ്പോൾ ഇത് വളരെ അഗ്രസീവായിട്ട് അല്ലെങ്കിൽ സൂയിസൈഡലായിട്ടൊക്കെ ഓർ ഈവൻ സെൽഫ് ഹാമിംഗ് ഒക്കെ ഉള്ള ചില കേസസ് ആണെങ്കിൽ നമ്മൾ ഫാർമക്കോതെറാപ്പി മെഡിക്കേഷൻസ് എന്തായാലും നമ്മളതിന് പറയും. ബിക്കോസ് ഇഫ് ദിസ് ഡിസോർഡർ ഇസ് if we are starting to treat it
at the earliest, അല്ലെങ്കിൽ early intervention ചെയ്യുകയാണെങ്കിൽ medications are not needed. Therapy itself or other stress management techniques are enough. പക്ഷേ ഇങ്ങനെ സിവിയറിറ്റി അനുസരിച്ചിട്ടാണ് നമ്മൾ മെഡിക്കേഷൻസ് വേണോ വേണ്ടോ എന്നുള്ളത് തീരുമാനിക്കുള്ളൂ. ഒരു സ്റ്റാർട്ടിംഗ് ഒക്കെ ആണെങ്കിൽ വി ക്യാൻ വർക്ക് ഓൺ ഇറ്റ്. ഇപ്പോൾ ട്വൈസ് ഇൻ എ വീക്ക് ആണെങ്കിൽ അതിൻ്റെ സ്റ്റാർട്ടിംഗ് ഒക്കെ ആണെങ്കിൽ വി ക്യാൻ റിയലി വർക്ക് ഓൺ ഇറ്റ് ത്രൂ തെറാപ്പീസ് ഓർ അതർ ടെക്നിക്സ്. സോ ഫാർമക്കോതെറാപ്പി ഈസ് ആൻ ഓപ്ഷൻ. പിന്നെ വേറെ ഒരു ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻ ഉള്ളതെന്ന് പറഞ്ഞാൽ റിലാക്സേഷൻ ടെക്നിക്സ് അല്ലെങ്കിൽ സ്ട്രെസ് മാനേജ്മെൻറ്റ് ടെക്നിക്സ്. കുറച്ചും കൂടി എങ്ങനെ നമ്മുടെ ആങ്കർ പോസിറ്റീവായിട്ട് നമ്മുടെ ഇമോഷൻസ് എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും, എക്സ്പ്രസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് വളരെ ഹെൽത്തി ആയിട്ട്. ഇപ്പോൾ അതിൽ നമുക്ക് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് ത്രൂ എക്സസൈസസ്, ത്രൂ ഗെറ്റിംഗ് എ ഗുഡ് സ്ലീപ്പ് സൈക്കിൾ, ഈവൻ ഡയറ്റിൽ, അതുപോലെ തന്നെ മെഡിറ്റേഷൻ തുടങ്ങിയ ഒരുപാട് റിലാക്സേഷൻ ടെക്നിക്സ് ഫോളോ ചെയ്യുമ്പോഴും നമുക്ക് കുറേയൊക്കെ നമുക്ക് അതിനൊരു നല്ലൊരു ട്രീറ്റ്മെൻറ്റ് ഓപ്ഷനാണ്. സോ ഇങ്ങനെയുള്ളൊരു ഇത്തരത്തിലുള്ളൊരു ബിഹേവിയറൽ പാറ്റേൺസ് അൺയൂഷ്വലായിട്ട് നമ്മൾ ഇത്തരം ഫ്രീക്വൻസി ഒരുപാട് ഓഫനായിട്ട് കാണുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഗെറ്റ് ട്രീറ്റ്മെൻറ്റ് എന്നുള്ളതാണ്. സോ അതിന് ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് നമുക്ക് ഒരുപാടുണ്ട്. പ്രൊഫഷണൽ ആയിട്ടുള്ളൊരു ഹെൽപ്പ് തന്നെ സീക്ക് ചെയ്യുക എന്നുള്ളതാണ്. താങ്ക് യു.